ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ധാരണാപത്രം ഇന്ന് ന്യൂഡൽഹിയിൽ ഒപ്പുവയ്ക്കും. പ്രക്ഷേപണത്തിന്റെ 90ാം വാർഷിക നിറവിൽ ആകാശവാണി. ആശംസകൾ നേർന്ന് പ്രമുഖർ. നീറ്റ് UG പുനഃപരീക്ഷ നഗരകേന്ദ്രങ്ങളുടെ സ്ലിപ്പുകൾ പുറത്തിറക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷ ഈ മാസം 21-ന്. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് നാളെ വരെ വിലക്ക്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. വാർത്തകൾ വിശദമായി. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദരിദ്രർക്കായി സർക്കാർ നടപ്പാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സമൂഹമാധ്യമ പോസ്റ്റിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ദരിദ്രർക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുന്നതിൽ സാങ്കേതിക വിദ്യ വഹിച്ച നിർണായക പങ്കിനെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ ഇന്ത്യ റീജിയണൽ സോൺ 2ന്റെ 3 ദിവസത്തെ സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ചണ്ഡീഗഡിൽ ഉദ്ഘാടനം ചെയ്യും. ഹരിയാന നിയമസഭയാണ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. രാജ്യത്തെ 15 നിയമസഭകളിൽ നിന്നുള്ള പ്രിസൈഡിംഗ്, ഡെപ്യൂട്ടി പ്രിസൈഡിംഗ് ഓഫീസർമാരും നിയമസഭാംഗങ്ങളും പങ്കെടുക്കും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള അടുത്തഘട്ട സ്ഥാനാർത്ഥി പട്ടിക BJP പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകയിൽ നിന്ന് M. നാഗരാജയും മത്സരിക്കും. കർണാടകയിൽ നിയമസഭാ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി റിംഗരാജ് പാട്ടീലിനെയും രഘു കൌട്ടിലിനെയും BJP പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ സർക്കാരും ഇന്ന് ന്യൂഡൽഹിയിൽ ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവയ്ക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി എന്നിവർ സന്നിഹിതരായിരിക്കും. നീറ്റ് UG പുനഃപരീക്ഷ നടക്കുന്ന നഗരം രേഖപ്പെടുത്തിയ സ്ലിപ്പുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഈ മാസം 21-നാണ് പുനഃപരീക്ഷ. ഔദ്യോഗിക വെബ്സൈറ്റിൽ അപേക്ഷാ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്താൽ ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷാ കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന നഗരത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭിക്കുമെന്ന് NTA അറിയിച്ചു. കഴിഞ്ഞ മാസം 12-ന് നടന്ന നീറ്റ് UG പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കുകയായിരുന്നു. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് ഇറാഖ് വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. അതേസമയം ചർച്ചകളിലേക്ക് ഇറാൻ മടങ്ങണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഏപ്രിൽ 8-ലെ വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആദ്യ മിസൈൽ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇറാന്റെ 2 മിസൈലുകൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. പ്രത്യാക്രമണം നടത്തരുതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനോട് അഭ്യർത്ഥിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ആകാശവാണിയുടെ 90ാം വാർഷികം ഇന്ന്. 1936 ജൂൺ 8-നാണ് ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. 1956-ൽ ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 591 സ്റ്റേഷനുകളിലായി രാജ്യത്തെ 98% ജനതയിലേക്കും 23 ഭാഷകളിൽ ആകാശവാണിയുടെ പരിപാടികൾ എത്തുന്നുണ്ട്. 100ഓളം വിദേശ രാജ്യങ്ങളിലും ആകാശവാണിയുടെ പ്രക്ഷേപണം ലഭ്യമാണ്. 90ാം വാർഷികത്തിൽ ആകാശവാണിക്ക് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആശംസകൾ നേർന്നു. आकाशवाणी परिवार को बधाई देता हूं. 90 साल आपने पूरा किया है. 90 साल पूरा होने पर मेरे शुभकामनाएं हैं. पूरा देश आकाशवाणी के साथ जुड़ा हुआ है. आकाशवाणी के माध्यम से हमारा भारत एक भारत श्रेष्ठ भारत रहे. मेरा यह शुभकामनाएं. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഉപഭോക്താവിന്റെ KYC റദ്ദാക്കിയെന്നും 24 മണിക്കൂറിനുള്ളിൽ സിം കാർഡ് ബ്ലോക്ക് ചെയ്യുമെന്ന തരത്തിൽ BSNLന്റെ പേരിൽ പ്രചരിക്കുന്ന നോട്ടീസ് വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. സിം KYCയുമായി ബന്ധപ്പെട്ട് BSNL യാതൊരുവിധ നോട്ടീസുകളും പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഉത്തര കൊറിയയിൽ എത്തി. കഴിഞ്ഞ 7 വർഷത്തിനിടെ ആദ്യമായാണ് അദ്ദേഹം പ്യോങ്യാങ് സന്ദർശിക്കുന്നത്. റഷ്യയുമായി ഉത്തര കൊറിയ അടുത്ത ബന്ധം പുലർത്തുന്ന പശ്ചാത്തലത്തിലാണ് സന്ദർശനം. സാമ്പത്തിക സഹകരണം, കൊറിയൻ ഉപദ്വീപിലെ സുരക്ഷാ പ്രശ്നങ്ങൾ, ഏകോപനം തുടങ്ങിയവ ചർച്ച ചെയ്യും. ജമ്മു കശ്മീരിലെ മാതാ വൈഷ്ണോ ദേവി ക്ഷേത്ര ദർശനത്തിന് തീർത്ഥാടകരുടെ വൻ തിരക്ക്. ദർശനം സുഗമമായി പുരോഗമിക്കുന്നതായി അധികൃതർ അറിയിച്ചു. വൻ തിരക്ക് കണക്കിലെടുത്ത് യാത്രയ്ക്കുള്ള രജിസ്ട്രേഷൻ നിരവധി തവണ താൽക്കാലികമായി നിർത്തിവെച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. KSRTC ബസ്സുകളിൽ സൌജന്യ യാത്ര നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ മുഖ്യമന്ത്രി VD സതീശനുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 മുതൽ ആരംഭിക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി CP ജോൺ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. ലോകത്തെ 70% ചെറുകിട കർഷകരും ബ്രിക്സ് മേഖലയിൽ നിന്നാണെന്നും വളം ലഭ്യതയിൽ ലോകം ബ്രിക്സ് രാജ്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതായും കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ബ്രിക്സ് കൃഷിമന്ത്രിമാരുടെ യോഗവുമായി ബന്ധപ്പെട്ട് ഭോപ്പാലിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളെ മുതൽ ഈ മാസം 13 വരെ മധ്യപ്രദേശിലെ ഇൻഡോറിൽ ബ്രിക്സ് കാർഷിക പ്രവർത്തക സമിതി യോഗം നടക്കുമെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു. 42% कृषि भूमि कुल मिला के ब्रिक्स कंट्रीज के पास है और उत्पादन में भी 42% से ज्यादा हिस्सा ब्रिक्स कंट्रीज का है. 58 करोड़ किसान पूरी दुनिया में हैं. उसमें से लगभग 70% छोटे किसान ब्रिक्स कंट्रीज में निवास करते हैं. 68% कृषि जोतें ब्रिक्स कंट्रीज के पास. 68% दुनिया की खाद्य सुरक्षा भी बहुत हद तक इन पर निर्भर करती है. इसलिए ब्रिक्स जब कृषि के बारे में चर्चा करता है तो वो चर्चा केवल ब्रिक्स तक सीमित नहीं रहती, वे दुनिया की खाद्य सुरक्षा को भी प्रभावित करती है. ഇന്ന് ലോക സമുദ്ര ദിനം. സമുദ്ര സുരക്ഷയുടെയും സമുദ്ര വിഭവങ്ങൾ സുസ്ഥിരമായി കാത്തു സൂക്ഷിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് ദിനാചരണം. നമ്മുടെ ഭൂമിക്കായി ശക്തമായ സമുദ്ര സുരക്ഷിത മേഖലകൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോള ഊർജ്ജ വ്യാപാരത്തിന്റെ പ്രധാന കവാടങ്ങളിലൊന്നായ ഹോർമുസ് കടലിടുക്ക് നേരിടുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമുദ്ര സുരക്ഷ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് നിലവിലെ ആഗോള സാഹചര്യം വ്യക്തമാക്കുന്നു. പസഫിക് തീരത്തെ ഇബറാക്കി പ്രവിശ്യ മുതൽ ഒക്കിനാവ വരെയുള്ള തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പ്. ഫിലിപ്പീൻസിൽ ശക്തമായ ഭൂകമ്പം ഉണ്ടായതിനെ തുടർന്ന് ജപ്പാന്റെ കാലാവസ്ഥാ ഏജൻസിയാണ് മുന്നറിയിപ്പ് നൽകിയത്. ഫിലിപ്പീൻസിൽ 3 മീറ്റർ വരെയും മലേഷ്യയിൽ 1 മീറ്റർ വരെയും ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് തീരപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 457 പോയിന്റ് ഇടിഞ്ഞ് 73,787-ലും നിഫ്റ്റി 152 പോയിന്റ് നഷ്ടത്തിൽ 23,215-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ് 1,11,240 രൂപയും ഗ്രാമിന് 13,905 രൂപയുമാണ് ഇന്നത്തെ വില. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. കലാശ പോരാട്ടത്തിൽ ഇറ്റലിയുടെ ഫ്ലാവിയോ കോബോളിനെ 5 സെറ്റ് നീണ്ട ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുത്തിയാണ് സ്വരേവ് ആദ്യ ഗ്രാൻഡ് സ്ലാം കിരീടം സ്വന്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ധാരണാപത്രം ഇന്ന് ന്യൂഡൽഹിയിൽ ഒപ്പുവയ്ക്കും. പ്രക്ഷേപണത്തിന്റെ 90ാം വാർഷിക നിറവിൽ ആകാശവാണി. ആശംസകൾ നേർന്ന് പ്രമുഖർ. നീറ്റ് UG പുനഃപരീക്ഷ നഗരകേന്ദ്രങ്ങളുടെ സ്ലിപ്പുകൾ പുറത്തിറക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷ ഈ മാസം 21-ന്. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് നാളെ വരെ വിലക്ക്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.